Ladies and gentlemen, this is Adarsh and welcome to my comedy. രണ്ട് മലയാളം സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ആദ്യത്തേത് ഒരു സ്പോർട്സ് പടം, രണ്ടാമത്തേത് ഒരു സൂപ്പർ ഹീറോ പടം. ബേസിൽ ജോസഫ്, മാത്യു തോമസ്, റിയ ഷിബു, അനിക സുരേന്ദ്രൻ ഇനിയുണ്ട്. ഗുരു സോമസുന്ദരം, നമിത പ്രമോദൊക്കെ അഭിനയിച്ച വൺ സ്റ്റോക്ക് കാസ്റ്റിൽ വന്ന പടമാണ് കപ്പ്. 2024 ഈ പടം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ആരൊക്കെ പറയണ കേട്ടു, ഇത് അമൃത ടിവിയിൽ ഓണത്തിനാ വിഷുവിനാ എപ്പോഴോ വന്നിട്ടുണ്ടായിരുന്നു, പാവങ്ങളുടെ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയില്ല. ചിലപ്പോ HD ലീക്ക് ആയതായിരിക്കും. പക്ഷെ OTT ഇപ്പോഴാണ് വരുന്നത്. ഊഷ്വൽ ക്ലീഷേ സ്പോർട്സ് പടം. മടുത്ത് തണ്ണീർമത്തന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ട് തന്നെയാണ് ഇത്. നായികയെ പ്രേമിക്കുന്ന നമ്മുടെ നായികയോട് പറയാൻ പേടി. അതിലാണെന്ന് വെച്ചാൽ നമ്മുടെ മാത്യു ക്രിക്കറ്റ് ആണ്, ഇതിൽ ബാഡ്മിന്റൺ ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അതിൽ അനശ്വര, ഇതിൽ റിയ ഷിബു. ആൻഡ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് റിയ ഷിബുവിന്റെ ക്യാരക്ടറാണ്. ഇവരുടെ റൊമാൻസ് അൺസഹിക്കബിൾ, ആജാതി വെറുപ്പിക്കലായിരുന്നു. ബാഡ്മിന്റൺ പടമാണ്, കപ്പ് കോപ്പ് എന്ന് പേരിട്ടിട്ട് ഇജാതി അവിഞ്ഞ തൊലിഞ്ഞ പ്രേമമല്ല കാണിക്കുന്നത്. അയ്യോ, അൺസഹിക്കബിൾ സാർ. ഞാൻ കൂടെ ഉണ്ടാവും, ഒരു സപ്പോർട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോ അതെന്നാ പറയാൻ തോന്നി. റിയ ഷിബു തന്നെയാണോ സർവമായയിൽ അഭിനയിച്ചെന്ന് തോന്നും. അത് 2 കൊല്ലം മുമ്പാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിരടിയിലെ പെർഫോമൻസ് ദാറ്റ് വാസ് വെരി പുവർ, അൺസഹിക്കബിൾ സാർ. നമ്മൾ എല്ലാ സ്പോർട്സ് പടത്തിലും കണ്ടുവരുന്ന സെയിം പ്ലോട്ട് തന്നെയാണ് ഇതിലും. അത്രയും കാലം കിഡുമായിട്ടായിരിക്കും നമ്മുടെ നായകൻ കളിക്കുന്നത്. ഒന്നും അണ്ണനെ ബാധിക്കില്ല. പക്ഷെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നീട് ഇമോഷണൽ എഞ്ചിൻ ഓയിൽ ഇട്ട് കൊടുക്കണം, അണ്ണൻ കളി ജയിക്കും. അത് തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു പോകുന്നത്. മനോരമ മാക്സിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയിലൊന്നും കണ്ടതല്ല, ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പടമായിട്ടോ ചെറിയ പടമായിട്ടോ ഒന്നും തോന്നിയില്ല. സമയമൊന്നും പോണില്ലെങ്കിൽ ചുമ്മാ കണ്ടു നോക്കാവുന്ന ഒരു പടം. ഏത് നേരം എന്താണ് കണ്ണൻ ചാട്ടായി, കുട്ടൻ ചാട്ടായി, കണ്ണൻ ചാട്ടായി, അങ്ങനത്തെ കുറെ വെറുപ്പിക്കുന്ന സീനുണ്ട്. ബാഡ്മിന്റണിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. അണ്ണൻ ഈ മറ്റേ തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഇമോഷണൽ എഞ്ചിൻ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടിട്ടല്ല മറ്റേ അണ്ണൻ കളി ജയിച്ചത്, കാമുകിയെ കണ്ടിട്ടാണ്. എന്തോന്നടേ ഇത്, ആകെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അനിക സുരേന്ദ്രൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് തോന്നുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. ആ കൊച്ചിന്റെ ബാഡ്മിന്റൺ പോർഷൻസ് പോലും മര്യാദയ്ക്ക് കാണിക്കുന്നില്ല. നമിത പ്രമോദ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലെയർ ആണെന്നൊക്കെ പണ്ട് കൊണ്ടുവരുന്നുണ്ട്. 2016 ഫൈനലില് ഒരു സെറ്റ് തോറ്റ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ജയിച്ചത് ചോദിക്കുമ്പോൾ 2 മിനിറ്റ് പ്യുവർ സൈലൻസ് എടുത്തിട്ട് ദാറ്റ് വാസ് എ ടാക്ടിക്കൽ മൂവ്. ഇത് പറയാനാണോ 2 മിനിറ്റ് പ്യുവർ സൈലൻസ് എടുത്തത്? ഗുരു സോമസുന്ദരമാണ് നമ്മുടെ മാത്യുവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ആസ് യൂഷ്വൽ തമിഴ് മലയാളം പപ്പടമാണ്, പപ്പട കച്ചവടക്കാരാണ്. കണ്ണൻ പപ്പടം, ഒരു പാക്കറ്റ് 10 രൂപ. ആൻഡ് ഇതിൽ എനിക്ക് നന്നായി അഭിനയിച്ചത് 2 പേരായി തോന്നിയിട്ടുണ്ട്. ഒന്ന് ഈ ചങ്ങായിയുടെ മാത്യുവിന്റെ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ച ഒരു പയ്യനുണ്ട്, എലയാ അങ്ങനെ എന്തോ പേര്. ഹി വാസ് നൈസ്. ബേസിൽ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മാത്യു മകനെ ഏത് നൂറ്റാണ്ടിൽ ഇനി തിരിച്ചു വരാനാണ്? ഒരു സമയത്ത് അടിപൊളി സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ എന്താ പറ്റിയതെന്ന് അറിയില്ല. എല്ലാം ഒന്നിനൊന്ന് ഡിസാസ്റ്ററാണ്. ഈ ഇടയ്ക്ക് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ദുഃഖമാണ്. അതായിരുന്നു ആ സിനിമയ്ക്ക് ഇടേണ്ട പേര്. ഇത് അങ്ങനെ നല്ല പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ സമയം പോണില്ലെങ്കിൽ കാണാം. ഒരു പടത്തിൽ എന്തിനാണ് ഇത്ര പാട്ട്? അതും ചെറിയ പാട്ടൊന്നുമല്ല, 5-10 മിനിറ്റിന്റെ പാട്ടൊക്കെയാണ്. മടുത്തു. സിനിമയുടെ ഉള്ളിൽ പാട്ടല്ല, പാട്ടിന്റെ ഉള്ളിലാണ് ഈ പടം തന്നെ ഉള്ളത്. രാവിലെ ആവണു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേഴ്സി ഇട്ട് ഷട്ടിൽ കളിക്കാൻ പോകണു, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു. പിറ്റേ ദിവസം ആഴ്സണലിന്റെ ജേഴ്സി ഇട്ട് ഷട്ടിൽ കളിക്കാൻ പോകണു, റിയ ഷിബുവിന്റെ കോച്ചിങ് സെന്ററിൽ പോകണു, റിയ ഷിബുവിന്റെ ഒപ്പം സൈക്കിളിൽ പോകണു. ഇതന്നെയാണ് ഈ പടത്തിൽ കൂടുതലും ഉള്ളത്. പിന്നെ 2024 ഇറങ്ങിയ പടമാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. വേണ്ടവർ കണ്ടു നോക്കുക. കപ്പ് ഈ സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. അടുത്തത് ഞാൻ കണ്ട പടമാണ് ഒരു സൂപ്പർ ഹീറോ പടം. മലയാളത്തിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോ സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ലോക സിനിമ ഇറങ്ങിയതിന് ശേഷം പെട്ടിക്കട പോലെയാണ്
സൂപ്പർ ഹീറോ പടം. വരുന്നവനും പോണവനും എല്ലാവർക്കും സൂപ്പർ ഹീറോ ആവണം. ഒരു ഗ്രാമത്തില് ഒരു സൂപ്പർ ഹീറോ, ആ ഗ്രാമത്തെ രക്ഷിക്കാനുള്ള സൂപ്പർ ഹീറോ, റിവോൾവർ, റിംഗോ. എടാ ഇങ്ങനെയൊക്കെയാണ് ഇവര് സൺ നെക്സ്റ്റിൽ ഒരു പോസ്റ്റർ ഒക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് സൂപ്പർ ഹീറോ പടമേ അല്ല. സിനിമക്കുള്ളില സിനിമ, സിനിമക്കുള്ളില സിനിമ. മടുത്തു, സീരിയസ്ലി പറയാണ്. ഈ നാട്ടിലെ എഞ്ചിനീയർമാര് പോലും ഇത്ര ഉണ്ടാവില്ല. അത്രയും സിനിമക്കുള്ളിലെ സിനിമ, സിനിമക്കുള്ളിലെ സിനിമ. ഇപ്പൊ ജൂലൈ 3-ാം തീയതി മറ്റേ നസ്ലിന്റെ പടം OTT വരും, അതും സിനിമക്കുള്ളിലെ സിനിമ. ഞാനിതൊരു സൂപ്പർ ഹീറോ പടമാണ് വേണ്ട കാണാനിരുന്നുണ്ടായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ്. ആദ്യം തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനോട് കങ്കാരു റിലേഷൻസ്. ധ്യാൻ ശ്രീനിവാസൻ ബോംബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അണ്ണൻ ഡബിൾ PhD പാസ്സായിട്ടുണ്ട്. അണ്ണ എന്തിനാ അണ്ണ ഇത്രയും ബോംബിൽ കയറി അഭിനയിക്കുന്നത്? ധ്യാൻ ശ്രീനിവാസിനേക്കാളും പ്രേമമാണല്ലോ നിങ്ങൾക്ക് ബോംബിനോട്. ഇതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൽബം ഡയറക്ടറാണ്. ആൽബം ഡയറക്ടറായിട്ട് സിനിമയെ കയറാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഇതിൽ ജീത്തു ജോസഫിന്റെ ഒരു ഫോൺ വിളി ഉണ്ട്. ഓരോ മിനിറ്റ് കൂടുമ്പോഴും വിളിക്കും. മറ്റേ തൊഴുത്ത് പിന്നാലെ കെട്ടണം, മറ്റേ കക്കൂസ് പൊളിച്ച് കെട്ടണം പറഞ്ഞിട്ട്. ഒരു തവണ കാണിക്കുക, 2 തവണ കാണിക്കുക, ദാറ്റ്സ് ഫൈൻ. വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ അത് വെറുപ്പിക്കലാണ്. ഈ ആൽബം ഡയറക്ടറായ നമ്മുടെ നായകന്റെ അടുത്ത് പോയിട്ട് മിന്നൽ മുരളി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് 3-4 പിള്ളേർ അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10-20 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുക്കുന്നുണ്ട്. ചെക്കന്മാർക്ക് പ്രാന്ത്. പിന്നീട് ആ സിനിമ നടക്കോ ഇല്ലേ, അതാണ് റിവോൾവർ റിംഗോ പറഞ്ഞു പോണത്. ഈ സിനിമ തുടങ്ങുമ്പോൾ സുരാജേട്ടന്റെ ഒരു നറേഷൻ ഉണ്ടായിരുന്നു. പണ്ട് കോഴിക്കോട് ആൽബം സോങ്സ് ചെയ്യണവർക്കും പാടുന്നവർക്കുമാണ് സിനിമാ സ്റ്റാർസിനെക്കാളും വാല്യൂ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ വാസ് ലൈക്ക്, ഒരു സൂപ്പർ ഹീറോ പടത്തിൽ ആൽബം സോങ്സിനും എന്ത് ബന്ധമെന്ന്. പിന്നെയാണ് ആ സ്കാം നോമിന് മനസ്സിലായത് സിനിമക്കുള്ള സിനിമയാണ്. നമ്മുടെ ചക്കയാണ് താമര, താമരയാണ് ചക്ക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാച്ചിയൊക്കെ ഈ പടത്തിന്റെ ഒരു ഭാഗമാണ്. ലാലു അലക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് നേരം റഷ്യൻ ഗേൾസിന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ കുറെ കോമാളി ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതില്. ഇതിന്റെ പ്ലോട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആദ്യം ഇന്ത്യാന ജോൺസ് കണ്ടിട്ട് കുറച്ച് പിള്ളേർ ഇൻസ്പയർ ആയിട്ട് അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ ഇറക്കി. എന്നാൽ ഇവര് മിന്നൽ മുരളിയുടെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ ഇറക്കാൻ പോകുന്നു. പിന്നെ യൂഷ്വൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബോംബ്. ഇതിലും കുറെ പാട്ട് എന്തിനൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്ത് ഇമോഷൻസ് കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പടം നല്ലൊരു പടമാവും എന്നുള്ള തോന്നൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു സമയത്തും തോന്നിയില്ല. ആൻഡ് ഇത്തെ കോമഡി ഒക്കെ അൺസഹിക്കബിൾ ചളിയാണ്. അൺസഹിക്കബിൾ ചളി. നായിക എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെ ഒരു നായികയുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് ആ കടയിലിരുന്ന ആളല്ലേ, ഈ പറമ്പിലിരുന്ന ആളല്ലേ, അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചിട്ട് കൊണ്ട് പിന്നെ നായികയുടെ ഒരു വിവരവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മത്തി വറക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് കൊള്ളായിരുന്നു, ബാക്കിയൊന്നുമില്ല. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമാണ്. ലിറ്ററലി ഒരു വേസ്റ്റ് പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ് റിവോൾവർ റിംഗോ. ഇതിനേക്കാളും അടിപൊളിയായിട്ട് ആ കൊച്ചു TV ഇരുന്ന് വല്ല കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയായി തോന്നിയാണ്. ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന് എന്താണ് പറയേണ്ടത്? പ്രാന്ത്, മൂത്ത പ്രാന്ത്, അല്ലാതെ എന്ത്. ഇതൊക്കെ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് എടുത്തു വെക്കേണ്ട സാധനം സിനിമയാക്കി എടുത്തു വെക്കുന്നു. ആൻഡ് അത് എടുക്കാൻ OTT പ്ലാറ്റ്ഫോം വരെ. എത്രയോ നല്ല പടങ്ങൾ ഇപ്പോഴും OTTയിൽ എടുത്തിട്ടില്ല. എന്നാൽ ഇങ്ങനത്തെ ചവറൊക്കെ എടുക്കാൻ എല്ലാ OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരു കാര്യം എന്നും മനസ്സിലാക്കുക, ഈ സൺ നെക്സ്റ്റ്, മനോരമ മാക്സ് ഒക്കെ എടുക്കുന്ന പടങ്ങൾ യൂഷ്വലി വേസ്റ്റ് ആയിരിക്കും. സമയം ഈസ് ലൈക്ക് അമൂല്യ പാൽപ്പൊടി. അമൂല്യമാണ്, വേസ്റ്റ് ആക്കാതിരിക്കുക. നോക്കിയും കണ്ടൊക്കെ സിനിമ ആണ്. റിവോൾവർ റിംഗോ ഈ സ്ട്രീമിംഗ് ഓൺ സൺ നെക്സ്റ്റ്. വേണ്ടവര് കണ്ടു നോക്കുക.